ഹലോ വെൽക്കം ടു മാത്സിയോൺ HSST എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ODE, PDE ഈ 4 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ HSST മാത്സ് എക്സാം വരെയാണ്. മെയ് 5 എക്സാം വരുന്നത്. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ മാത്സിയോണ് ഒരു ടെസ്റ്റ് സീരീസ് ബാച്ച് മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 ഡേയ്സ് ടെസ്റ്റ് സീരീസ് ആണ്. HSST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ടെസ്റ്റ് സീരീസിന് പുറമെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മാത്സിയോൺ ഡൗട്ട് എന്നുള്ള വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസിന് ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇഫ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ദെൻ മോഡ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ. ഓക്കെ, ദെൻ if mod f is integrable, then f is also integrable. F is integrable, then mod f need not be integrable. Okay, so ഇത് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ മോഡ് എഫ് ഇൻറ്റഗ്രബിൾ ആണ് അല്ലേ? ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ മോഡുലസ് എന്തായിരിക്കും? ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ബി ഓപ്ഷൻ, മോഡ് എഫ് ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ആയിരിക്കുമോ? ഇല്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. -1 ഇഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ, 1 ഇഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ കോംപ്ലിമെന്റ് എന്നുള്ള ഫോമിൽ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? ഇസ് നോട്ട് കണ്ടിന്യൂസ് അല്ലേ? നോട്ട് കണ്ടിന്യൂസ് എവരിവെയർ അല്ലേ? അല്ലെങ്കിൽ നോട്ട് കണ്ടിന്യൂസ് എവരിവെയർ എന്ന് നമുക്ക് പറയാം. ഒരു സ്ഥലത്തും കണ്ടിന്യൂസ് അല്ല, വിച്ച് ഇംപ്ലൈസ് എന്ന് പറയാൻ പറ്റും? എഫ് ഈസ് നോട്ട് റീമാൻ ഇൻറ്റഗ്രബിൾ. ഓക്കെ, പക്ഷേ മോഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും അല്ലേ? ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഫംഗ്ഷനാണിത്. ഈസ് റീമാൻ ഇൻറ്റഗ്രബിൾ. ഓക്കെ, സോ മോഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്, പക്ഷേ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. സോ മോഡ് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയാൽ എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആവില്ല. ഓപ്ഷൻ ബി തെറ്റാണ്, ആൻഡ് സിയും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സം ഓഫ് ദ സീരീസ് 1/1 × 2 പ്ലസ് 1/3 × 4 പ്ലസ് 1/5 × 6 പ്ലസ് എക്സെട്ര എന്നാണ്. ഓക്കെ, സോ 1/1 × 2 പ്ലസ് 1/3 × 4 പ്ലസ് 1/5 × 6 പ്ലസ് എക്സെട്ര അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ 1 ഞാൻ 2 - 1 എഴുതുന്നു. 2 - 1/1 × 2 പ്ലസ് 3 × 4. ഇവിടെയുള്ള 1നെ ഞാൻ എന്ത് ചെയ്യുന്നു? 4 - 3 എന്ന് എഴുതുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ 3 × 4 പ്ലസ് അടുത്ത് എന്ത് വരും? 6 - 5/5 × 6 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് 2/1 × 2 പ്ലസ് -1/1 × 2 അല്ലേ? പ്ലസ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 4/3 × 4 മൈനസ് 3/3 × 4. ഓക്കെ, പ്ലസ് അടുത്തത് എന്ത് വരും? 6/5 × 6 മൈനസ് 5/5 × 6 പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഇവിടെ 2ഉം 2ഉം കട്ട് ചെയ്യും 1 മൈനസ് ഇവിടെ 1ഉം 1ഉം കട്ട് ചെയ്യുമ്പോൾ 1/2. ഇവിടെ 4ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ പ്ലസ് 1/3. ഓക്കെ, ഇവിടെ 3ഉം 3ഉം കട്ട് ചെയ്യുമ്പോൾ മൈനസ് 1/4. അടുത്ത എന്ത് വരും? 6 കട്ട് ചെയ്യുമ്പോൾ പ്ലസ് 1/5. അടുത്ത 5 കട്ട് ചെയ്യുമ്പോൾ 1/6 പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിൽ വന്നു. ഓക്കെ, സോ 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് 1/5 എക്സെട്ര എന്നുള്ള ഫോമിലാണ് ഈ എന്ത് വന്നിട്ടുള്ളത്? ഈ സീരീസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതെന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു എക്സ്പാൻഷൻ അറിയാം. സീരീസ് എക്സ്പാൻഷൻ ലോഗ് ഓഫ് 1 + x. ലോഗ് ഓഫ് 1 + xന്റെ എക്സ്പാൻഷൻ എന്താ? x - x² 2 പ്ലസ് x³ 3 മൈനസ് x⁴/4 പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ എക്സിന് 1 കൊടുത്ത് നോക്കൂ. ലോഗ് 1 + 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 - 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് 1/5 മൈനസ് 1/6 പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിൽ വരും അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു എന്താ? ലോഗ് 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് 2 അല്ലേ? സോ ഇത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്? 1 - 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര. ദിസ് ഈസ് ലോഗ് 2. ഓക്കെ, സോ ഈ സം എന്താണ്? ലോഗ് 2 ആണ് വരിക. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് എഫ് ഫ്രം പി ടു പി ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ,
സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ഫോർ എവരി എക്സ് കോമ വൈ ബിലോങ്സ് ടു പി. ഓക്കെ, ഇവിടെ പി എന്നുള്ളത് പി എന്താണ് തന്നിട്ടില്ല. ഐ തിങ്ക് ഇതൊരു റിയൽ നമ്പർ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്നുള്ള ഫോമിലാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എഫ് നോട്ട് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ, നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ആണോ, ഇൻക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡിക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഈക്വൽ ടു 0 ആണോ, അല്ലെങ്കിൽ തിരിച്ചാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്നുള്ള ഫോമിൽ തരികയും എഫ് കണ്ടിന്യൂസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും ഫോം ഉണ്ടാവുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്നുള്ള ഫോമിലാണ്. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആവുന്ന രീതിയിൽ. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഞാൻ എക്ക് 1 കൊടുക്കുന്നു, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ എടുത്തു അല്ലേ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണല്ലോ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇതെന്താണ്? ഇൻക്രീസിങ് ആണ് അല്ലേ. സോ നോട്ട് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ള ഓപ്ഷൻ എ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എഫ് ഈസ് നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നാണ്. അതും ഇവിടെ തന്നെ റിമൂവ് ചെയ്യാം അല്ലേ. ഇവിടെ ഇത് ഇൻക്രീസിങ് ആണ്, സോ നെയ്തർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അടുത്തത് എഫ് ഇൻക്രീസിങ് ആവുന്നത് എപ്പോഴാണ്, ഡിക്രീസിങ് ആവുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ എഫ് ഡിക്രീസിങ്ങോ ഇൻക്രീസിങ്ങോ ഒക്കെ നോക്കാൻ വേണ്ടി ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. ഡിക്രീസിങ് ഇൻക്രീസിങ്ങോ ഒക്കെ നോക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഡെറിവേറ്റീവ് എടുക്കുന്നു അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് കിട്ടും അല്ലേ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫ് ഇൻക്രീസിങ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, അതായത് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതുപോലെ തന്നെ എഫ് ഡിക്രീസിങ് ഇഫ് എന്ത് കിട്ടും? എ ലെസ് ദാൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഈ എ എന്ന് പറയുന്നത് നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു എ ആണ് അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫ് ഇൻക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 greater than or equal to 0 and decreasing if f of 1 less than or equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇൻക്രീസിങ് എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് ഡിക്രീസിങ് ഇഫ് എഫ് ഓഫ് 1 ലെസ് ദാൻ ഈക്വൽ ടു 0. ഓപ്ഷൻ സി കറക്റ്റ് ആവുകയും ഓപ്ഷൻ ഡി ഫോൾസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എക്സ് കോമ വൈ ബി ലിമിറ്റ്സ് ഓഫ് 2 സബ്സീക്വൻസ് ഓഫ് എ ബൗണ്ടഡ് സീക്വൻസ് എ. ഓക്കെ, ഓഫ് റിയൽ നമ്പേഴ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. X equal to y if the sequence an is increasing sequence. Okay, x equal to y if the sequence an is decreasing sequence. X equal to y if the sequence an is convergent sequence. Okay, ഇനി ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ട്രൂ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ള നോക്കൂ. സീക്വൻസ്, ഈ സീക്വൻസ് an എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി എക്സും വൈയും എന്താണ്? അതിൻ്റെ രണ്ട് സബ് സീക്വൻസുകളുടെ ലിമിറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എ കെ എൻ എന്നും എ എം എൻ എന്നും എടുക്കും, അല്ലെങ്കിൽ എ കെ എന്നും എ പി എന്നും എടുക്കും. ഓക്കെ, രണ്ടും സബ് സീക്വൻസ് ഓഫ് എ എൻ ആണ്. ദിസ് ഈസ് കൺവെർജിങ് ടു എക്സ്, ദിസ് ഈസ് കൺവെർജിങ് ടു വൈ. ഓക്കെ, സോ ഇങ്ങനെ എഴുതണം എന്നില്ല കേട്ടോ, ഞാൻ ബി എന്നും സി എന്നും എഴുതാം. ഓക്കെ, ബി എൻ കോമ സി എൻ എഴുതാം. ബി എൻ സി എൻ രണ്ട് സബ് സീക്വൻസ് ഓഫ് എ എൻ ആണ്. ആൻഡ് ബി എൻ കൺവെർജിങ് ടു എക്സ്, സി എൻ കൺവെർജിങ് ടു വൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്കറിയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അതിൽ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം തുടങ്ങാം. ഇഫ് എ എൻ ഈസ് കൺവെർജന്റ്. ഓക്കെ, എ എൻ കൺവെർജന്റ് ആണെങ്കിൽ എന്ത് കിട്ടും? എവരി സബ്സീക്വൻസ് ഓഫ് എ എൻ ഈസ് ഓൾസോ കൺവെർജന്റ് ആൻഡ് എ എൻ കൺവെർജിങ് ടു എക്സ് ആണെങ്കിൽ എവരി സബ്സീക്വൻസ് ഓഫ് എ എൻ കൺവെർജന്റും ആയിരിക്കും ആൻഡ് കൺവെർജിങ് ടു എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എങ്ങോട്ടാണോ കൺവെർജ് ചെയ്യുന്നത് സീക്വൻസ്, അതിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും എന്തായിരിക്കും? അതേ ലിമിറ്റിലേക്ക് തന്നെ ആയിരിക്കും കൺവെർജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സബ് സീക്വൻസുകൾ എൻ എക്സിലേക്ക് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി എന്നും എക്സിലേക്ക് കൺവെർജ് ചെയ്യും, സി എന്നും എക്സിലേക്ക് തന്നെ ആയിരിക്കും കൺവെർജ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ എക്സും വൈ ആണ്. എ എൻ എല്ലിലേക്കാണ് കൺവെർജ് ചെയ്യുന്നത്, ബി എൻ എല്ലിലേക്ക് കൺവെർജ് ചെയ്യും, സി എൻ എല്ലിലേക്ക് കൺവെർജ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? എക്സ് എല്ലാണ്, വൈയും എല്ലാണ്. സോ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി രണ്ടാമത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? എ എൻ ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ
എക്സ് ഈക്വൽ ടു വൈ ആവോ, എന് ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആവോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ, മോണോട്ടോൺ സീക്വൻസിന്റെ പ്രത്യേകതയാണ്. മോണോട്ടോൺ സീക്വൻസിന്റെ പ്രത്യേകത എന്താ, ഒരു സീക്വൻസ് മോണോട്ടോണും ബൗണ്ടഡുമാണെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും, കൺവെർജന്റ് ആയിരിക്കും. ഓക്കെ, മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവാം, മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവാം. മോണോട്ടോണിക്കലി ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിട്ടുള്ള ബൗണ്ടഡ് സീക്വൻസ് എപ്പോഴും കൺവെർജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എൻ ഇൻക്രീസിങ് ആണെന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എൻ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് എൻ ബൗണ്ടഡ് ആണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, എൻ കൺവെർജന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇതിന്റെ എല്ലാ സബ്സീക്വൻസുകളും ഒരേ ലിമിറ്റിലേക്കായിരിക്കും കൺവെർജ് ചെയ്യുക. സോ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. സോ ഇതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ എന്താണ്, എൻ ഡിക്രീസിങ് ആണ് തന്നിട്ടുണ്ട്, ഡിക്രീസിങ്ങും ബൗണ്ടഡും ആണെങ്കിൽ കൺവെർജന്റ് ആയിരിക്കും. സോ അതിന്റെ ലിമിറ്റ് പോയിന്റുകൾ ഈക്വൽ ആയിരിക്കും. ഇതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എ ബി സി 1 2 3 മൂന്നും ട്രൂ ആണ്. സോ ഓപ്ഷൻ ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ 4xy + 3 ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കാണേണ്ടത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനെ യു എന്ന് വിളിക്കുക, യു ഇസ് ഈക്വൽ ടു 4xy + 3 എന്ന് എടുക്കാം. ഇനി ഇതൊക്കെ വി ആക്കുക, എന്നിട്ട് ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് വി എന്ന് വരുന്നതെങ്കിൽ എന്തായിരിക്കണം, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ യുയും ഇവിടെ തന്നിട്ടുള്ളതും. അപ്പോൾ ഏതാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കൂ, അതേ കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ വി എന്ന് പറയുന്നത് ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് എടുക്കുക. ഓക്കെ, ലെറ്റ് വി ബി ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു. ഓക്കെ, അങ്ങനെ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും, യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കും. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യു എന്ന് പറഞ്ഞാൽ എന്താ, 4xy + 3 ആണ് അല്ലേ. അപ്പം ഡെൽ യു ബൈ ഡെൽ എക്സ്, യു എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 4xyനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4y അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, വി യു എക്സ് എന്ന് പറഞ്ഞാൽ വി വൈ ആണ് അല്ലേ. സോ വി വൈനോട് ഈക്വൽ ആയി. ഓക്കെ, വി വൈ എന്ന് പറഞ്ഞാൽ ഡെൽ വി ബൈ ഡെൽ വൈ ഈക്വൽ ടു 4y ആണ്. ഓക്കെ, സോ അപ്പം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാലോ. അപ്പോൾ വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4yനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4y² ഡിവൈഡ് ബൈ 2 പ്ലസ് കോൺസ്റ്റന്റ്. ഇവിടെ കോൺസ്റ്റന്റ് ഇതാ വി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ അല്ലേ. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ നിന്ന് തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്ക്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആവും, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 4y വരും. സോ സെയിം ആയിരിക്കും. ഓക്കെ, സോ വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി 4 × y². ഇതിനെ നമുക്ക് എങ്ങനെയാണ് 2 കട്ട് ചെയ്ത് പോവാം. സോ ദിസ് ഇസ് ഈക്വൽ ടു കിട്ടി 2y² + f ഓഫ് എക്സ് കിട്ടി. ഇതാണ് എന്ത് വരിക, വി എന്ന് വരിക. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന മറ്റൊരു റിസൾട്ട് ഉണ്ട്, എന്താ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് അല്ലെങ്കിൽ വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ അല്ലേ. സോ വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2y² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 പ്ലസ് എഫ് ഓഫ് എക്സിനെ, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അപ്പോൾ അതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, വി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, അതിന് നമുക്കറിയാം എന്താണ്, വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ ആണെന്നറിയാം അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, യു വൈ എന്താ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4xy + 3 ആണെങ്കിൽ യു വൈ ഡെൽ യു ബൈ ഡെൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4x ആണ് കിട്ടും അല്ലേ. സോ 4x ആണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, -4x എന്ന് കിട്ടും അല്ലേ. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു -4x. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, -4 × x²/2 അല്ലേ. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2x² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x² എന്ന് കിട്ടി. സോ നമ്മുടെ വി എന്ന് പറഞ്ഞാൽ എന്താ, വി ആണ് കണ്ടത്, വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2y² പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, -2x² അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2 × y² - x² എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക, വിത്ത് റെസ്പെക്ട് എന്താണ്, എക്സ് എടുക്കുക, വൈ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 4y എന്ന് കിട്ടും അല്ലേ. അതാണ് ഇവിടുത്തെ എന്ത് വരുന്നത്, യു എക്സ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -4x എന്ന് കിട്ടും അല്ലേ. അതാണ് ഇവിടുത്തെ എന്ത് വരുന്നത്,
യു വൈ വരുന്നത് അല്ലേ, യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x ആണ്, ഇവിടെ മൈനസ് ബി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതോ അങ്ങനെയാണ് വരുന്നത്, ഓപ്ഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റഗ്രൽസ് ഓവർ സി 1/2z+3dz ആണ് കാണുന്നത്. ഓക്കെ, വേർ സി എന്ന് പറയുന്നത് എന്താണ്, മോഡ് z ഈക്വൽ ടു 2 ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന കർവ് ആദ്യം നമ്മൾ വരയ്ക്കുന്നു, മോഡ് z ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇത് 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് വരിക. അപ്പം ഇനി ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ, 1/2z+3. ഇതിന്റെ സിംഗുലാരിറ്റി എവിടെയാണ് വരിക, 2z+3 ഈക്വൽ ടു 0 വരുമ്പോൾ അല്ലെ സിംഗുലാരിറ്റി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, z ഈക്വൽ ടു -3/2 വരുമ്പോൾ, -3/2 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ആയിരിക്കും വരിക അല്ലെ, -3/2 എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. സോ അത് ഇൻസൈഡ് ദ സർക്കിളാണ്. ഓക്കെ, അതിൽ ഒരൊറ്റ സിംഗുലാർ പോയിന്റ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 എന്നെടുക്കുന്നു. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 എന്നെടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, അനലിറ്റിക് ഇൻ സി ആണ് അല്ലേ. ദെയർഫോർ ഇന്റഗ്രൽ ഓവർ സി എഫ് എന്താണ്, 1/2z+3നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഓവർ സി 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, z+3/2 എന്ന് വരും അല്ലെ, z+3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ ഓവർ സി 1/z+3/2 എന്ന് വരും. ഓക്കെ, ഇനി ഇതെന്താ, ദിസ് ഇസ് 1/2 ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ z -3/2 എന്ന് വരും അല്ലെ, z -3/2 എന്ന് വരും. ഓക്കെ, സോ ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ എന്താണ്, ഇന്റഗ്രൽ ഓവർ സി നമുക്കറിയാം എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ z - z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, 2πi ഇൻറ്റു എഫ് ഓഫ് z0 ആണ് അല്ലേ. സോ ഇവിടെയുള്ള ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ z -3/2 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിട്ട് മാറും, 2πi ഇൻറ്റു എഫ് ഓഫ് -3/2 എന്ന് വരും. ആൻഡ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ് അല്ലേ. സോ ദിസ് ഈക്വൽ ടു കിട്ടും 2πi എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ഇതല്ല ആൻസർ, നമുക്ക് ഇവിടെ ഈ മൊത്തം ഇന്റഗ്രൽ ആണ് കണ്ടത്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ ഓവർ സി 1/2z+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ z+3/2 ആണ് അല്ലേ, z+3/2 ആണ് dz. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/2 ഇൻറ്റു ഇത് നമ്മൾ കണ്ടു എന്താണ്, 2πi. സോ 2ഉം 2ഉം കട്ട് ചെയ്തു പൈ ഐ എന്നാണ് ആൻസർ വരിക. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗുലാരിറ്റീസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. സിംഗുലാരിറ്റീസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ്, പോൾസ് ചാൻസ് ഉണ്ട് പോളുകൾ വരാൻ അല്ലെ. എസെൻഷ്യൽ സിംഗുലാരിറ്റി വരുമോ, ഒരിക്കലും വരില്ല അല്ലെ. അതുപോലെ നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി വരുമോ, ഇല്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ, ഇല്ല. സോ ഓപ്ഷൻ എ പോൾ ആയിരിക്കും വരിക. കാരണം റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ x+1 ഡിവൈഡ് ബൈ x-2 എന്ന് എടുത്തു. അപ്പോൾ x ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിംഗുലാരിറ്റി ആണ്. ആൻഡ് അത് പോൾ ആണ് അല്ലേ, പോൾ ഓഫ് ഓർഡർ 1 ആണ് ഇവിടെ. ഓക്കെ, ഇനി x-2 ഹോൾ സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ അത് പോൾ ഓഫ് ഓർഡർ 2 ആയിട്ട് മാറും. ഓക്കെ, സോ അവിടെ പോൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ, സിംഗുലാരിറ്റി വരുള്ളൂ റാഷണൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത്. പക്ഷെ നോൺ റിമൂവബിൾ സിംഗുലാരിറ്റിയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഓപ്ഷൻ എ പോൾസ് ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് y of x സാറ്റിസ്ഫൈസ് dy/dx plus 2y ഈക്വൽ ടു 2e⁻⁻x² വിത്ത് y of 0 ഈക്വൽ ടു 0, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി y of x എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ആദ്യം സാറ്റിസ്ഫൈ സോൾവ് ചെയ്യുക, എന്നിട്ട് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം dy/dx plus 2y ഈക്വൽ ടു 2 + e⁻x² എന്നുള്ള ഫോം എന്താണ്, y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ലീനിയർ ഓഡിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് അല്ലേ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ഇതാണ് അല്ലേ, പി ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നാണ്, 2y ആണ്. സോ 2dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, e⁻2x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻2x എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് സി എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ എന്താണ്, y ഇൻറ്റു e⁻2x ഈക്വൽ ടു എന്ത് വരും, ഇൻ്റഗ്രൽ ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 2 + e⁻⁻x² ഇൻറ്റു e⁻2x അല്ലെ, 2x പ്ലസ് സി എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും,
ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്ത് കിട്ടും? 2e⁻²x പ്ലസ് എന്ത് വരും? ഇൻ്റഗ്രൽ e⁻−x² പ്ലസ് 2x പ്ലസ് സി എന്ന് വരും അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ ഇവിടെ dx ഉണ്ട് dx. ഓക്കെ, സോ ഇവിടെ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്തായിട്ടും e⁻²x ഇൻ്റഗ്രൽ എന്താ? e⁻²x/2. അപ്പോൾ 2 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് e⁻²x തന്നെ വരും. ഓക്കെ, പ്ലസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻−x² പ്ലസ് 2x അല്ലേ? അപ്പോൾ ഇവിടെ ഒരു -1 കൂടി ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും? x-1² അല്ലേ? സോ ഞാൻ ഇതിനെ എങ്ങനെ എഴുതുന്നു? e⁻ എന്തെഴുതുന്നു? 1 -x² പ്ലസ് 2x -1 എഴുതുന്നു. ഓക്കെ, ഈ 1ഉം 1ഉം -1ഉം കട്ട് ചെയ്ത് പോലോ സി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? e⁻²x പ്ലസ് ഇൻ്റഗ്രൽ ഈ ടേം മാത്രം എടുക്കുന്നു. അപ്പോൾ 1 മൈനസ് ഓഫ് ബാക്കി എന്ത് വരും? x² പ്ലസ് x² - 2x പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? x-1² അല്ലേ? e⁻1 - x-1² പ്ലസ് സി എന്നുള്ള ഫോമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കിവിടെ സൊല്യൂഷൻ കിട്ടിയത് y ഇൻറ്റു e⁻²x എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ e⁻1 - x-1² നമുക്ക് എങ്ങനെ എഴുതാം? e⁻1 ഇൻറ്റു e⁻−(x-1)² അല്ലേ? സോ e⁻1നെ പുറത്തേക്ക് എടുക്കാം. സോ ഇ ഇൻറ്റു e⁻−(x-1)² എന്നുള്ള ഫോമിൽ വരും, പ്ലസ് സി എന്ന് വരും. ഓക്കെ, സോ ഇനി e⁻²x ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? e⁻²x കട്ട് ചെയ്ത് പോകും. 1 പ്ലസ് e/e⁻²x അല്ലേ? അതായത് e/e⁻²x എന്ന് പറഞ്ഞാൽ e⁻1 - 2x എന്ന് വരും. ഓക്കെ, ഇൻറ്റു ഇൻ്റഗ്രൽ e⁻−x-1² എന്ന് വരും, പ്ലസ് സി. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്താ കിട്ടിയത്? y ഈക്വൽ ടു 1 പ്ലസ് e/e⁻²x ഇൻ്റഗ്രൽ e⁻−(x-1)² dx എന്ന് വരും. ഓക്കെ, സോ അതിന് പ്ലസ് സി e⁻−2x എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ c/e⁻²x എന്നുള്ള ഫോമിൽ തന്നെ എഴുതാം. ഓക്കെ, c/e⁻²x എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി y അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് e/e⁻²x ഇൻറ്റു ഇൻ്റഗ്രൽ e⁻−x-1² dx പ്ലസ് എന്താണ്? c/e⁻²x. ഓക്കെ, സോ നോക്കൂ, ആസ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ഇവിടെ തന്നെ വരും. ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി e⁻²x എങ്ങോട്ടാ പോവുക? ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലേ? സോ ഇത് ടോട്ടൽ എന്ത് പോകും? 0യിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ഇവിടെയും 0യിലേക്ക് പോകും. സോ ഇത് എന്തായിട്ട് മാറും? മൊത്തം 0യിലേക്ക് പോകും. ഓക്കെ, സോ ആൻഡ് ഇവിടെയും എന്താ നോക്കൂ? x-1² ആണ്. സോ ഇത് എന്താ വരിക? പോസിറ്റീവ് ടേം ആണ് വരിക. സോ e⁻−∞ എന്നുള്ള ഫോമിലാണ് വരിക. ദാറ്റ് ഈസ് ഓൾസോ എന്ത് വരും? 0 ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇത് മൊത്തത്തിൽ 0 ആയി, ഇവിടെയും 0 ആയി. സോ ടോട്ടൽ ബാക്കി എന്താ വരിക? ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി y(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² പ്ലസ് d(6d') z ഈക്വൽ ടു x പ്ലസ് y. ഓക്കെ, സോ നമുക്കിവിടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. സോ നമ്മൾ ഇതിന്റെ ഹോമോജിനസ് പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലേ? അതെന്താ? d² പ്ലസ് d(6d') ഓഫ് z ഈക്വൽ ടു 0 എന്നാണ് അല്ലേ? സോ ഇവിടെ d എന്ന് പറഞ്ഞാൽ എന്താ? ഡോ/ഡോ(x) എന്നും ഡോ(z/ഡോ(x) എന്ന് എഴുതാം. അല്ലെങ്കിൽ d' എന്ന് പറഞ്ഞാൽ ഡോ(z/ഡോ(y) എന്നുമാണ് അല്ലേ? ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ d² എന്ന് പറഞ്ഞാൽ എന്താ? d² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del² z/del(x)² എന്നും d'² എന്ന് പറഞ്ഞാൽ del² z/del(y)² എന്നുമാണ്. d' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? d' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del² z/del(x)del(y) ആണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതെന്താ ഇക്വേഷൻ വന്ന് നോക്കൂ? ഇറ്റ്സ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ് അല്ലേ? ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ എങ്ങനെ എഴുതാം? del² z/del(x)² പ്ലസ് del² z/del(x)del(y) മൈനസ് 6 del² z/del(y)² ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വന്നു അല്ലേ? സോ ഇതെന്താണ്? ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതും അല്ലേ? എങ്ങനെ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം? ഇതിന്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ട്. ഇവിടെ ഡിയും d' ഉണ്ട്.
അപ്പോൾ അതിൽ ഏതിൻ്റെ പവറാണ് വലുത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ഡി സ്ക്വയറും ഉണ്ട് ഡി ഡാഷ് സ്ക്വയറും ഉണ്ട് അല്ലേ, രണ്ടിൻ്റെ പവർ സെയിം ആണ്. സോ അതിനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന് ഡി എന്ന് ഏതെങ്കിലും ഒന്നിന് എം എന്നും അടുത്തതിന് 1 എന്നുമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഡി ഈക്വൽ ടു എം എന്നും ഡി ഡാഷ് ഈക്വൽ ടു 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് ഡി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എം എന്ന് വരും അല്ലേ, -6 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? -6 കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം അല്ലേ. സോ എന്ത് കിട്ടും? എം +3 ഇൻറ്റു എം -2 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എം ഈക്വൽ ടു -3ഉം എം ഈക്വൽ ടു 2 ആയിരിക്കും സൊല്യൂഷൻ. ഓക്കെ, m1 ഈക്വൽ ടു -3, m2 ഈക്വൽ ടു 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ വരിക? ഇവിടുത്തെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ1 ഓഫ് y പ്ലസ് m1x പ്ലസ് φ2 ഓഫ് y പ്ലസ് m2x എന്നുള്ള ഫോമില വരും അല്ലേ. സോ ദിസ് ഈക്വൽ ടു കിട്ടും φ1 ഓഫ് y മൈനസ് 3x പ്ലസ് φ2 ഓഫ് y പ്ലസ് 2x എന്ന് വരും. ഓക്കെ, സോ y മൈനസ് 3xും y പ്ലസ് 2xും വരുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യു ഈക്വൽ ടു എഫ് ഓഫ് വൈ പ്ലസ് എ എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ മൈനസ് എ എക്സ് ദെൻ ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ തന്നിട്ടുള്ള ഏതിനോടാണ്? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയറിനോട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുണ്ട് യു ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് വൈ പ്ലസ് എ എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ മൈനസ് എ എക്സ് അല്ലേ. സോ ഇവിടെ ആർബിട്രറി ഫംഗ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡെൽ യു ബൈ ഡെൽ എക്സ് ആദ്യം കാണുന്നു അല്ലേ. ഡെൽ യു ബൈ ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എഫ് ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വൈൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത 0, എ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ അല്ലേ, പ്ലസ് ഇതെന്ത് വരും? ഇതുപോലെ തന്നെ ഫൈ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് ഇൻറ്റു വൈ മൈനസ് എ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -a എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? എഫ് ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു എ മൈനസ് എ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് എന്ന് വരും. ഓക്കെ, ഇനി വീണ്ടും ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ കോൺസ്റ്റന്റ് ആണ്, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു എ തന്നെ വരും അല്ലേ. സോ ഇവിടെ എ സ്ക്വയർ ആയി മൈനസ് എ ഇൻറ്റു ഫൈ ഡബിൾ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് ഇൻറ്റു എന്ത് വരും? -a അല്ലേ. സോ പ്ലസ് ആവും, സ്ക്വയർ വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? എ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് പ്ലസ് ഫൈ ഡബിൾ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ കിട്ടിയത്. ഇനി ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ എങ്ങനെ കാണാം? ഡെൽ യു ബൈ ഡെൽ വൈ എന്താ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അല്ലേ, എഫ് ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു വൈ പ്ലസ് എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1 അല്ലേ, ഇൻറ്റു 1. സോ ഇൻറ്റു 1 പ്ലസ് ഫൈ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് ഇൻറ്റു വൈ മൈനസ് എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ ഇങ്ങനെ തന്നെ വരും. ഇനി വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ? ഇതിനെ വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എഫ് ഡബിൾ ഡാഷ് ഓഫ് വൈ പ്ലസ് എ എക്സ് ഇൻറ്റു വൈ പ്ലസ് എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 അല്ലേ, പ്ലസ് ഫൈ ഡബിൾ ഡാഷ് ഓഫ് വൈ മൈനസ് എ എക്സ് ഇൻറ്റു വൈ മൈനസ് എ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1. ഓക്കെ, സോ ഇതാണല്ലോ കിട്ടുക. ഇനി നോക്ക്, അപ്പം ഇവിടെ എന്താ കിട്ടിയത്? ഇവിടെ രണ്ടിടത്തും ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയറിനെ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. സോ ദിസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ, സി അല്ല, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് വരിക. എ സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ വൈ സ്ക്വയർ എന്നാണ് ഡെൽ സ്ക്വയർ യു ബൈ ഡെൽ എക്സ് സ്ക്വയറിനോട് ഈക്വൽ ആവുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഒന്നുകൂടെ പറയുന്നു, ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് എന്നുള്ള ഫോമിൽ തന്നെ ഡെയിലി എക്സാമുകൾ എഴുതുക, അതിൻ്റെ സൊല്യൂഷൻസിലൂടെ കടന്നു പോവുക. നിങ്ങൾ ഇത്രയും ദിവസം കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് 30 ദിവസം ക്വസ്റ്റ്യൻസ് കൃത്യമായി പഠിക്കുന്നതിലൂടെ, അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2 ബാച്ച് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചാണ്, അത് 30 ഡേയ്സ് എക്സാം ആണ് ഉണ്ടാവുക. HSST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻ നമ്മളിപ്പോൾ തരുന്നത് പോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻഡർ സപ്പോർട്ട് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷനും മെൻഡർ സപ്പോർട്ടും ഒന്നും വേണ്ട, ജസ്റ്റ് എക്സാം മാത്രം, എക്സാം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ 30 days എക്സാം, SST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സൊല്യൂഷന് പകരം നിങ്ങൾക്ക് ആൻസർ കീ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും കൂടെ നമ്മൾ ഓഫർ ചെയ്യുന്നു. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. mathstone.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ളത് ഡിസ്കസ് ചെയ്തത്. സോ ഈ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.